തൂവാനത്തുമ്പികളുടെ സെറ്റിൽ മോഹൻലാലുണ്ട്. തൃശ്ശൂരാണ് ഷൂട്ടിംഗ് നടക്കുന്നത്, കാസിനോ ഹോട്ടലിലാണ്. അപ്പോൾ ഞങ്ങളതിന് ശേഷം മോഹൻലാലിനെ കാണാൻ വേണ്ടി ലാൽ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലാലുമായിട്ട് അത്രയും സ്വാതന്ത്ര്യമുള്ള എൻ്റെ റൂം ഇടിച്ച് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കമന്ന് കിടപ്പുണ്ട് ലാൽ. അപ്പോൾ ലാലിനെ വിളിച്ചെണ്ണിപ്പിച്ചു. ലാലിങ്ങനെ നോക്കി അന്തം വിട്ടു. എന്താ ഈ രണ്ട് അണ്ണന്മാരും കൂടി ഇവിടെ? ലാലിന് ഒട്ടും പ്രതീക്ഷ, ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടല്ല പോയത്. അപ്പം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ലാൽ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു പടം എടുക്കണം ലാലിനെ വെച്ചിട്ട്. അപ്പോൾ ലാലിൻ്റെ റിയാക്ഷൻ പെട്ടെന്ന് മാറി. കാരണം ലാൽ അന്ന് ഒരു ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് ഒരു ബാക്ക് പെയിനൊക്കെ വന്നിട്ട് ചെറിയ ഒരു കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പടങ്ങൾ ബ്രേക്കായി, അങ്ങനെ ഡേറ്റ്സ് എല്ലാം മാറിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഒരു 13 പടം എങ്ങോട്ട് പുള്ളിയുടെ പെൻഡിങ് കിടക്കുകയാണ്, അപ്പോൾ 14ാമത്തെ പടമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു മതി. അപ്പോൾ ഉണ്ണിയും പറയാം, അത് മതി ഞങ്ങൾക്ക് 14ാമത്തെ, കാരണം നമുക്ക് ധൃതിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഒരു തിരക്കും പിടിക്കാതെ അന്ന് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആരായിരിക്കും സംവിധായകൻ? അപ്പോൾ നമ്മൾ പറഞ്ഞു, അന്ന് പോപ്പുലറായി നിൽക്കുന്ന ഒരു 3 പേരെന്ന് പറയുന്നത് പ്രിയദർശൻ, വേണുനാഗവള്ളി, അല്ലെങ്കിൽ സിബി മലയിൽ. ഈ 3 പേരുടെ പേരാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ആരായാലും കുഴപ്പമില്ല, കാരണം പുള്ളിയെ സംബന്ധിച്ച് പുള്ളി അങ്ങനൊരു വ്യക്തിയാണ്. പുള്ളി പറഞ്ഞു ഓക്കെ 3 പേരും ഓക്കെ, നിങ്ങൾ ഡിസൈഡ് ചെയ്തോ. അപ്പോൾ പൈസ അഡ്വാൻസ് അപ്പം തന്നെ കൊടുക്കുന്നു. അപ്പോഴും കഥയൊന്നും ആയിട്ടില്ല. അപ്പോൾ പടം ചെയ്യാമെന്ന് പറഞ്ഞു. 14ാമത്തെ പടം എങ്കിൽ 14ാമത്തെ പടം, അത്രയേ ഉള്ളൂ. അങ്ങനെ പുള്ളിയെ കണ്ടു, ഈ അഡ്വാൻസ് കൊടുത്ത് കുറച്ച് കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് പറഞ്ഞു, ഒരു പൈസ നിങ്ങൾ തന്നെ കൈ വെച്ചോ, ഇത് വീട്ടിൽ കൊണ്ടുപോയി അമ്മയെ ഏൽപ്പിച്ചേക്ക്, കാരണം ക്യാഷ് അത്രയും അവിടെ വെക്കണ്ടല്ലോ, ക്യാഷായിട്ടാണ് കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും അത് വീട്ടിൽ കൊണ്ട് കൊടുത്താൽ മതി. അങ്ങനെ ഞങ്ങളിത് വീട്ടിൽ കൊണ്ടുപോയി അമ്മയെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കിരീടത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുമല്ലോ, സക്സസ്ഫുൾ ആയത് അവിടെയാണ്. അതാണ് തുടക്കം.